ഇന്ന് ഡിന്നറിന് പുട്ടും ചിക്കനുമായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത്. ഇന്ന് ഹർത്താലായതുകൊണ്ട് ചിക്കൻ കിട്ടാൻ ഒത്തിരി അടുത്ത് പോയിട്ട് നമുക്ക് കിട്ടിയില്ല. ലാസ്റ്റ് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് ദൂരെ പോയിട്ടാണ് നമ്മൾ ചിക്കൻ മേടിച്ചത്. നമ്മൾ ഡെയിലി വാങ്ങുന്ന കടയിൽ നിന്നല്ലായിരുന്നു അതുകൊണ്ടിന്ന് വാങ്ങിയത്. അങ്ങനെ പുട്ടും ചിക്കനും മാറ്റി കുറച്ച് സ്ഥലത്തേക്ക് പുട്ടും ചിക്കനും കുറച്ച് സ്ഥലത്തേക്ക് ചപ്പാത്തിയും ചിക്കനും ആക്കാമെന്ന് തീരുമാനിച്ചു. സമയം കുറവായതുകൊണ്ട് പിന്നെ അങ്ങനെ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, പച്ചമുളക് എല്ലാം കൂടെ കടുവറുത്ത് വഴറ്റിയെടുക്കാനായിട്ട് അടച്ചു വെച്ചു. ചെറുതീയിലാണ് അടച്ചു വെച്ചത്. പുട്ടും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു തുള്ളി വെള്ളം അതിൻ്റെ അടിയിലേക്ക് ഇച്ചിരി വീഴ്ത്തി കൊടുത്തിരുന്നു. കുടഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഇട്ടത്. കാരണം വഴണ്ടു വരുമ്പോഴത്തേക്ക് സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങി അത് വെന്തുള്ളൂ. അതുകൊണ്ട് പിന്നീട് അതിനിടയ്ക്കൂടെ ചിക്കൻ കഴുകാൻ തുടങ്ങി. അതിൽ നിന്നൊരു കുഞ്ഞി 1/4 പീസ് എൻ്റെ മോന് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി. അതിനിടയ്ക്കൂടെ പുട്ട് കുഴയ്ക്കാൻ പോയി. ഇത് അടച്ചു വെച്ചതിന് ശേഷം പുട്ട് കുഴയ്ക്കാനായിട്ട് പുട്ടിൻ്റെ മാവ് എടുത്ത് അത് കുഴച്ച് നമ്മൾ ഇഡലിക്കുട്ടകത്തിലാണ് പുട്ടുണ്ടാക്കുന്നത്. അങ്ങനെ പുട്ട് ഇഡലിക്കുട്ടത്തിലേക്ക് വേവാൻ വെച്ചതിന് ശേഷം ചിക്കൻ കുക്കറിലേക്ക് വേവിക്കാൻ വേണ്ടി വെച്ചു. കുറച്ച് മഞ്ഞപ്പൊടിയും മീറ്റ് മസാലയും ഉപ്പും എല്ലാം കൂടിയിട്ടാണ് ഒരു ചിക്കൻ നമ്മൾ വേവാൻ വേണ്ടി വെച്ചത്. അടിയിൽ ഒരിച്ചിരി എണ്ണ കുക്കറിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആണ് വെച്ചത്. അല്ലാതെ വെള്ളം ഒഴിക്കേണ്ട, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതിനുശേഷം നമ്മൾ വെന്ത് വന്ന സവാള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം കൂടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മീറ്റ് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു. മിക്സാക്കി നല്ല രീതിയിൽ ഇത് സെറ്റായി വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഏറെ കഴുകി അതിലേക്ക് ഇട്ടു. അതിന് നല്ല മണമായിരിക്കും. അങ്ങനെ അതിട്ടതിന് ശേഷം അടച്ചു വെച്ച് കുറച്ച് തോനെ, അതായത് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കഴുകിയതിന് ശേഷം പിന്നീട് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് കറിവേപ്പില എടുക്കുന്നത്. കാരണം കറിവേപ്പില നമ്മൾ വേടിക്കുന്നതാണ്, വീട്ടിലെ കറിവേപ്പിലയില്ല. അങ്ങനെ അത് വെന്ത് വന്നപ്പോഴത്തേക്ക് അത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു. മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിക്കന് 2 വിസിൽ കേട്ടു. അങ്ങനെ ചിക്കൻ കൊണ്ടുവന്ന് നമ്മൾ കറിയിലേക്ക് തട്ടിയിട്ടുണ്ട്. അങ്ങനെ കറിയിലേക്ക് ചിക്കൻ തട്ടിയതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു. അതിന് നെയ്യ് തെളിയാൻ വേണ്ടി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചു ചെറുതീയിൽ. അപ്പോഴത്തേക്ക് അതിനുശേഷം അത് ഓപ്പൺ ആക്കിയപ്പോൾ നല്ല മണവും കറിവേപ്പിലയുടെയൊക്കെ നല്ലൊരു മണവും ഈ നെയ്യ് നല്ല രീതിയിൽ മുകളിൽ തെളിഞ്ഞും കിടപ്പുണ്ടായിരുന്നു. അതിനുശേഷം മോന് വേണ്ടിയിട്ട് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത് അരപ്പ് പുരട്ടി അരപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് സെറ്റ് ചെയ്ത് അപ്പോഴത്തേക്ക് കറി സെറ്റായി. ഒരിടത്തേക്ക് പുട്ടും ചിക്കനും ഒരിടത്തേക്ക് ചപ്പാത്തിയും ചിക്കനും, കറിയെല്ലാം സെറ്റ്.